ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കും. അതായത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഈ ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടായത്, ഏലിയൻസ് എവിടെയാണുള്ളത്, അവർ നമ്മളെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണോ, അവർ നമ്മളെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഇത്ര കാലങ്ങളായിട്ട് നമ്മൾ അവരുടെ നിരീക്ഷണത്തിലായിരുന്നു. പണ്ട് ഡൈനോസേഴ്സിനെയൊക്കെ ഇല്ലാണ്ടാക്കിയ തരത്തിലുള്ള ഒരു ഉടുക്ക പിന്നെ നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങളുടെയൊക്കെ കൂടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. നമ്മുടെ യൂണിവേഴ്സ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ? നിങ്ങൾ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത്ര കാലമായിട്ട് നമ്മുടെ ഭൂമിയും സോളാർ സിസ്റ്റവും ഗാലക്സികളും ഈ ക്ലസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്താണോ അല്ല? അതായത് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്തായിരുന്നു നമ്മൾ ഇത്ര കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ബ്ലാക്ക് ഹോൾസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെറിയൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തരാം. അതായത് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിൽ കണ്ടുവരുന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ സ്പേസ് ഡാർക്ക് ആണല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾസ് സ്പേസിൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബ്ലാക്ക് ഹോൾസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല. അത് മാത്രമല്ല, ബ്ലാക്ക് ഹോൾസിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീമാണ്. അതായത് നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ലൈറ്റ്. ഓക്കെ, ഈ ലൈറ്റിന് വരെ ബ്ലാക്ക് ഹോൾസിന്റെ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ഹോൾസിന്റെ ഗ്രാവിറ്റി എന്തോരം സ്ട്രോങ് ആണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഭൂമി ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഭൂമി നമ്മളിലേക്ക് എല്ലാവർക്കും ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് തരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് ഒരു സംഭവത്തിന് സ്പേസിലേക്ക് പോകണമെങ്കിൽ ആ സംഭവം ഒരു നിശ്ചിത വെലോസിറ്റിയിൽ പോകണം. ഈ വെലോസിറ്റിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾസിനും ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടെന്ന് വെക്കുക. അതായത് ബ്ലാക്ക് ഹോൾസിന്റെ അകത്തുനിന്ന് ഒരു സംഭവത്തിന് ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് പോകണമെങ്കിൽ ലൈറ്റിനേലും സ്പീഡിൽ ട്രാവൽ ചെയ്യണം. അതാണ് ബ്ലാക്ക് ഹോളിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്ര മാസീവ് ആയിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് ശരിക്കും ബ്ലാക്ക് ഹോൾസിന്റെ അകത്തുള്ളത്. നിങ്ങളുടെ മിക്കവരും ബ്ലാക്ക് ഹോൾസിന്റെ ഒരു ഫോട്ടോ കാണുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു സംഭവം ഇങ്ങനെ കാണാൻ പറ്റും. ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ശരിക്കുള്ളൊരു ബ്ലാക്ക് ഹോളിലോ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്ത ശരിക്കുള്ളൊരു ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫോട്ടോയുടെ ചുറ്റും നമുക്ക് ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു സംഭവം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ സംഭവങ്ങൾ ഭയങ്കര ഹൈ സ്പീഡിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ചൂട് കൂടുകയും ഇത് ഗ്ലോ ചെയ്യാനും തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്ക്, അതായത് ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും കാണുന്ന ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്രീഷൻ ഡിസ്കിന്റെ അകത്ത് കണ്ടുവരുന്ന ലൈറ്റിനെയും മാറ്ററിനെയും കാര്യങ്ങളെല്ലാം ഈ ബ്ലാക്ക് ഹോൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യും, അതായത് തിന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് കൺസ്യൂം ചെയ്യും തോറും ഈ ബ്ലാക്ക് ഹോൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, അതായത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിന്റെ ഒരു ബേസിക് ഒരു ക്രാഷ് കോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫിനോമിനാണ് ശരിക്കും ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾസിന് ഒരു ബൗണ്ടറി ഉണ്ട്. ഓക്കെ, ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ അക്രീഷൻ ഡിസ്കിൽ കൂടെ കറങ്ങി കറങ്ങി ഈ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ വരെ എത്തിയെന്ന് വെക്കുക. ഈ ഇവന്റ് ഹൊറൈസൺ കടന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ഇങ്ങനെ പോകും, അതായത് ഈ സിംഗുലാരിറ്റിന്റെ അകത്തേക്ക് പോകും. ബ്ലാക്ക് ഹോളിന്റെ അകത്തുള്ള ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി സപ്പോസ് ആ ഒബ്ജക്റ്റിന് സിംഗുലാരിറ്റിന്ന് ഇങ്ങനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ആ സംഭവം ലൈറ്റിന്റെ സ്പീഡിൽ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ വേറൊരു കോമഡി എന്താ വെച്ചാൽ ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് ഈ സിംഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ ഇവന്റ് ഹൊറൈസൺ വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഡേറ്റകളൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതായത് ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുമാരും ഒരുപാട് കോസ്മോളജിസ്റ്റും ഒരുപാട് ആൾക്കാരും ഈ സയൻസ് എന്തൂസിയസ്റ്റും എല്ലാവരും തന്നെ ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് തിയറീസ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു തിയറിയാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം. അതായത് ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ഒരു എൻറ്റയർ സ്പേസ് ടൈം തന്നെ ഉണ്ടാവും എന്നുള്ളൊരു തിയറി. ഓക്കെ, സ്പേസ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സ്പേസ് ടൈമിലാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പേസ് ടൈം എന്നുള്ള ഒരു സംഭവം ഈ ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ഉണ്ടാവുമോ എന്നാണ് ഒരു ചോദ്യം. പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു മണ്ടത്തരമായിട്ട് തോന്നുമെങ്കിലും അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ യൂണിവേഴ്സിന്റെ വലിപ്പത്തെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു ലിമിറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അത് കണ്ടവർക്ക് നമ്മുടെ യൂണിവേഴ്സിന്റെ ആ ഒരു കിടപ്പ് വശങ്ങളൊക്കെ ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി ഓടിച്ച് പറഞ്ഞുതരാം. നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാനറ്റ്സ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായി.
നമ്മൾ ഒന്നും കൂടി പുറകോട്ട് പോകണമെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് സോളാർ സിസ്റ്റം, ഒരുപാട് സൂര്യൻ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ഹോൾസ് ഒക്കെ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു വലിയൊരു ഫിനോമിനനാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഗാലക്സി മിൽക്കി വേ ഗാലക്സിയാണ്. അപ്പോൾ മിൽക്കി വേയുടെ തൊട്ടടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമേഡ ഗാലക്സി. ഓക്കെ, മിൽക്കി വേയിൽ ഏകദേശം 2 ഇരട്ടി വലുപ്പമുള്ള ഒരു ഗാലക്സിയാണ്. അങ്ങനെ ഒരുപാട് ഗാലക്സികൾ, അതായത് ഒരു 19ഓളം ഗാലക്സികൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് സ്വന്തം ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിനിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നതിന് നമുക്കൊരു ക്ലസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഗാലക്സികൾ കൂടി നിൽക്കുന്നതിനും ഒരു ക്ലസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മിൽക്കി വേ ഉൾപ്പെടെ ഒരു 19 ഗാലക്സികളൊക്കെ കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ ലോക്കൽ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ലോക്കൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് അതിന്റെ സ്വന്തം ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിനിൽ നിൽക്കുന്നത്. ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 3 മാഗ്നറ്റ് നിങ്ങൾ എടുത്തു വന്നിരിക്കാം. ഓക്കെ, ആ 3 മാഗ്നറ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു അടുത്തടുത്ത് വെച്ചു വന്നിരിക്കാം. അപ്പൊ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കില്ല. അതായത് 3 മാഗ്നറ്റ് നിങ്ങൾ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കും. അതായത് ഒരു മാഗ്നറ്റിന്റെ റിപ്പൾസീവ് ഫോഴ്സും മറ്റൊരു മാഗ്നറ്റിന്റെ റിപ്പൾസീവ് ഫോഴ്സും കൂടി ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഈ വലിയ ഗാലക്സികൾക്കും ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. അപ്പോൾ മിൽക്കി വേക്ക് ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, വേറൊരു ഗാലക്സിക്ക് വേറൊരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിന് ഈ 19 ഗാലക്സികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗാലക്സികളെല്ലാം കൂടിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ നിൽക്കുന്നതിനാണ് ഞാൻ ശരിക്കും ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വാക്കാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരുപാട് ലോക്കൽ ക്ലസ്റ്റേഴ്സ് കൂടി ചേരുമ്പോൾ ഒരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. അതായത് ഒരു 100ഓളം ലോക്കൽ ക്ലസ്റ്റേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു ക്ലസ്റ്റർ, ഒരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ലോക്കൽ ക്ലസ്റ്റേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിനിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. ഒന്നുകൂടി നമ്മളൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൂപ്പർ ക്ലസ്റ്റേഴ്സ് പോലെ ഒരുപാട് സൂപ്പർ ക്ലസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ ക്ലസ്റ്ററുകൾ എല്ലാം കൂടി ചേർന്ന് ഒരു വലിയൊരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. അതൊരു ജൈഗാന്റിക് ആയിട്ടുള്ള സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. ഈ സംഭവം ഞാൻ ഒന്നുകൂടി ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു ലിമിറ്റ് എത്തി. അതായത് നമ്മുടെ ഭൂമിനെ സെന്ററിൽ നിർത്തിയിട്ട് ഒരു 90 ബില്യൺ ലൈറ്റ് ഇയർ ഡയാമീറ്ററിൽ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ശരിക്കും ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനപ്പുറം നമുക്ക് സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും പറ്റില്ല. ഇതിന്റെ അപ്പുറമുള്ള സംഭവങ്ങൾ കാണാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ശരിക്കും ഫിസിക്സ് ആണ്. അതായത് ലൈറ്റിന്റെ സ്പീഡ് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സിന്റെ ആ ഒരു ബൗണ്ടറിനെയാണ് ശരിക്കും ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ അപ്പുറമാണ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ശരിക്കും നമ്മുടെ ലോജിക്കലി ഉള്ള ഒരു ആൻസർ. ഓക്കെ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഒബ്സർവബിൾ യൂണിവേഴ്സ് മാത്രമായിരുന്നു. ശരിക്കും അതിന്റെ അപ്പുറമാണ് ശരിക്കും യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറം എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് കാണാനും പറ്റില്ല, അറിയാനും പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബ്ലാക്ക് ഹോൾ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ബ്ലാക്ക് ഹോളിന്റെ ഇവൻ ഹൊറൈസൺ വിട്ടിട്ട് ഒരു സാധനം ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ സാധനത്തിന് ഈ ബ്ലാക്ക് ഹോളിന്റെ ഇവൻ ഹൊറൈസൺ വിട്ട് അപ്പുറത്ത് എന്ത് സംഭവിച്ചാലും അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ബ്ലാക്ക് ഹോൾസിന്റെ ആ ഒരു ഇവന്റ് ഹൊറൈസന്റെ ആ ഒരു കൺസെപ്റ്റും ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു ബൗണ്ടറിയുടെ കൺസെപ്റ്റ് നിങ്ങളൊന്ന് ഓവർലാപ്പ് ചെയ്തൊന്ന് ആലോചിച്ച് വയ്ക്കും. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ ആവാനുള്ള സാധ്യത ഇല്ലേ? അതാണ് ഒരുപാട് ആസ്ട്രോണോമേഴ്സിന്റെ കോസ്മോളജിസ്റ്റിന്റെ ഒക്കെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ഇതാവാനും ചാൻസ് ഉണ്ട്, ആവാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. ശരിക്കും രണ്ടും ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പോലെയാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ വിട്ടിട്ട് അകത്തേക്ക് എന്ത് പോയി കഴിഞ്ഞാലും ആ സംഭവം എങ്ങടെ പോയെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അയാൾക്ക് ഈ ഇവന്റ് ഹൊറൈസൺ വിട്ടിട്ട് അതിന്റെ അപ്പുറം എന്താ നടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഒരു ഇവന്റ് ഹൊറൈസൺ വിട്ട് അതിനപ്പുറമുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ ലൈറ്റിനേലും സ്പീഡിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അതായത് ഈ ഇവന്റ് ഹൊറൈസന്റെ അപ്പുറം എന്ത് സംഭവിച്ചാലും അവർക്ക് കാണാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റില്ല. മേ ബി ഇതൊരു കോയിൻസിഡൻസ് അങ്ങനെ ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോ അങ്ങനെ ആവാനുള്ള ചാൻസസും ഉണ്ട്. കാരണം ഒരു ബ്ലാക്ക് ഹോൾ അകത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിൻ്റെ അകത്തൊരു സിംഗുലാരിറ്റി ആണെന്നറിയാം. ഇൻഫിനിറ്റ്ലി ഡെൻസും ഇൻഫിനിറ്റ് മാസും ഇൻഫിനിറ്റ് ഗ്രാവിറ്റി ഒക്കെ ഉള്ളൊരു സംഭവമാണ് ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ. ശരിക്കും അത് ആയിക്കോട്ടെ, എനിക്കറിയാൻ പാടില്ല. ഒരു എൻ്റയർ സ്പേസ് ടൈം തന്നെ ആയിരിക്കൂലേ, അതായത് എൻ്റയർ യൂണിവേഴ്സ് തന്നെ ഓരോ ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ബിഗ് ബാങ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സിംഗുലാരിറ്റി എന്നാണ്. ബ്ലാക്ക് ഹോളിന് നടുക്കും ഉള്ള സംഭവത്തിന് സിംഗുലാരിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു കോയിൻസിഡൻസ് ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നെയിമിങ് കാര്യങ്ങളൊക്കെ മനുഷ്യരിട്ടതാണല്ലോ, എന്നാലും അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ സംശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കമന്റ് ബോക്സിൽ കാണാം. കട്ട് ചെയ്താ.